ഹായ് ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്ഥലം കാണാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം. ആരോഗ്യനിധി സോറി ഗൈസ്, എനിക്ക് പെട്ടെന്ന് ആ പേര് കിട്ടിയില്ല. ആരോഗ്യനികേതനം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇത് വരുന്നത് കൊളനടയിലാണ്. ഇവിടെ നമുക്ക് കയറാനായിട്ടൊരു എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. പിന്നെ അത് അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു വലിയ ബുക്കിൻ്റെ ഇതിൽ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പോഴും കുറേ ബോർഡൊക്കെ ഉണ്ട്. ആ ബോർഡിൽ എന്തോ ടൈം ട്രാവലിനെ പറ്റിയൊക്കെയാണ് എഴുതി വെച്ചിരുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുമായിരുന്നു, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. അവിടെ പക്ഷേ എഴുതി വെച്ചിട്ടുണ്ട് ദിസ് വേ എന്ന്. അതൊന്നും പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പിന്നെ അത് അവിടെ മത്സ്യകന്യകയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ മീനും ഉണ്ട്. പിന്നെ അത് ഒരു കൃഷിക്കാരൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ ഫോട്ടോകൾ, പഴയ ഫോട്ടോകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അവിടെ മറ്റേ ഇരുന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, ഈ സംഭവത്തെ വലിഞ്ഞു കയറാൻ ഞാൻ പാടുപെടുമായിരുന്നു. അങ്ങനെ ഒടുവിൽ അത് വലിഞ്ഞു കയറി. പിന്നെ അതിൽ നിന്ന് കുറേ നേരം കറക്കി. പക്ഷെ ഞാൻ കറക്കേണ്ട വന്നില്ല. ഞാനൊരു തട്ട് കൊടുക്കുമ്പോഴത്തേനും അത് പിന്നെ തന്നെ കറങ്ങുന്നുണ്ട്. അത് കണ്ടോ, അത് തന്നെ അങ്ങ് കറങ്ങുമായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഒന്ന് കാല് വെച്ച് ഇങ്ങനെ ഒന്ന് ഒരു ആക്ടിങ് കൊടുത്തു. പക്ഷെ അത് തന്നെ അങ്ങ് കറങ്ങുമായിരുന്നു. അവിടെ സൈഡിലായിട്ട് ഒരു കാളവണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അച്ചൻകോവിലാറ് കാണാം. അച്ചൻകോവിലാറിൻ്റെ സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ അവിടെ നിന്ന് അവിടെ ആണെങ്കിൽ 2 വണ്ടിയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വെറുതെ കാണാൻ വന്നതാണ്. എനിക്കിതിനെ പറ്റി വലുതായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ മൊത്തത്തിൽ സ്ഥലം ഒരു വൈബ് സ്ഥലമായിരുന്നു. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിൽ കയറിയിരിക്കണം. പിന്നെ ഞാൻ അതിൽ കയറിയിരുന്ന് ആടിയിട്ട് നാഗവല്ലിയാന്നൊക്കെ പറഞ്ഞിങ്ങനെ ആടുമായിരുന്നു. ആടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് നിന്നിട്ട് പോന്നു. അവിടെയാണ് ഒരു ഡെമ്മി കടയുണ്ടായിരുന്നു. അവിടെ ഡെമ്മി ഷവർമയും ബർഗറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ അവിടെ ഇവിടെ വായി നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഈ സ്ഥലത്തിന്. മൊത്തം മരങ്ങളും പിന്നെ അവിടോട്ടും ഇവിടോട്ടും എല്ലാം കുറേ വള്ളികളും, മൊത്തത്തിൽ വൈബടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ. ഒരു പ്രത്യേകതര ആംബിയൻസ്. എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അവിടെ ആ സൈഡിലായിട്ട് പാർക്കൊക്കെ ഉണ്ട്. ഈ മണ്ടയ്ക്കൂടെ എല്ലാം കണ്ടോ, ഓരോ ടൈപ്പ് വള്ളിച്ചെടി ഇങ്ങനെ പടർത്തിയേക്കുക. അത് ഓരോ മരത്തിൻ്റെ ഇങ്ങനെ പടർത്തിയേക്കുവാണോ പടർന്നതാണോ എന്നറിയത്തില്ല. പിന്നെ ആ സൈഡിലായിട്ട് ആ കുട്ടികളുടെ പാർക്കൊക്കെ, അവിടെ ഊഞ്ഞാലും സ്ലൈഡും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ അമ്മിക്കല്ലും ആട്ടുകല്ലും ഇടികല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കുറച്ച് നേരം അരച്ചു പിടിച്ചൊക്കെ നോക്കി. എനിക്കിതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. കാരണം ഇവിടെ കുറേ എന്ന് വെച്ചാൽ കുട്ടികളൊന്നും കണ്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇല്ലം പോലത്തെ അവിടെ അതും, പിന്നെ ഇങ്ങനെ ഈ അമ്മിക്കല്ലും ആട്ടുകല്ലും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ വീടുകളിൽ അതൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അന്നേരം തുറന്നിട്ടില്ലായിരുന്നു. അത് കാരണം എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കാണിച്ച്, എനിക്കതിലൊക്കെ കയറാൻ പേടിയായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ കയറി എന്തൊക്കെയോ കാണിക്കും. എന്നിട്ട് ഞാൻ വീഴാനൊക്കെ പോയി. പിന്നെ അവിടുന്ന് ഈ ചെടികളുടെ എല്ലാ ഇടയിൽ കൂടെ നമ്മൾ പോകുന്നത് ഒരു ലൈബ്രറിയിലോട്ടാണ്. അവിടെ ലൈബ്രറി എന്ന് പറയുമ്പോൾ ഒറിജിനൽ ബുക്സൊക്കെ അല്ല, അതെല്ലാം ഡമ്മിയായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. പിന്നെ അവിടെ ഒരു ഏറുമാടം ഉണ്ടായിരുന്നു. പിന്നെ ആ ഏറുമാടത്തിൽ കയറാനായിട്ട് പോയി. പിന്നെ അതിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു കയറി കുറച്ച് നേരം അവിടെ ഇന്ന് കാഴ്ചയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ താഴോട്ട് വന്നു. താഴെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കിളിയുടെയൊക്കെ കൂടുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ വാഴത്തോട്ട കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. വാഴത്തോട്ടം മാത്രമല്ല, വേറെ എന്തൊക്കെയോ അപ്പുറത്തും ഉണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും അധികം നടന്നില്ല. അവിടെ പിന്നെ കുറേ സാധനത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളായിരുന്നു.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.